ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഓരോക്കൾ ഡെക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവർ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമുക്ക് നോക്കാം. അതിന് മുന്നേ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയുമാണ് നോക്കുന്നത്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. Stay vigilant. Ephemeral. Strong roots. Fan the flames. Expectations. Expressions. True acceptance. Rambling rose. യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന മെസ്സേജാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെയാണ് നമ്മളിവിടെ നോക്കുന്നത്. സ്റ്റേ വിജിലൻ്റ് എന്നാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത്. സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് ടു എൻഷുർ യുവർ വെൽ ബീയിങ്. അവർ ഹെൽത്തി കൺട്രോൾ. നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനായിട്ട് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നേ. നിങ്ങളിവിടെ കൺട്രോൾ ചെയ്യുകയാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, അവെയർ ആയിരിക്കുകയാണ് അല്ലേ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തു എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ശ്രദ്ധാലുവായിരിക്കുക, ചുറ്റുമുള്ളവരെ വീക്ഷിക്കുക എന്നാണ് പറയുന്നത്. എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഓക്കെ. എവമറൽ. ഹാവിങ് എ ബ്രീഫ് അഫയർ ഓർ എ റോക്കി റിലേഷൻഷിപ്പ്. ഷോർട്ട് ടൈം ഹാവിങ് ഫൺ. ഈ ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഷോർട്ട് ടൈം ആയിരുന്നു, ഹ്രസ്വകാലമായിരുന്നു, കുറച്ച് നാളുണ്ടായിട്ടുള്ളൊരു ബന്ധമാണ്. എല്ലാവർക്കും എന്നല്ല, കുറച്ച് പേരുടെ എനർജിയാണ്. ഇവിടെ ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ട്. ചിലവർക്ക് ഇതൊരു എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവായി പോരാൻ പറ്റിയിട്ടില്ല. കുറച്ച് പേരുടെ എനർജിയാണ് പറയുന്നത്. നിങ്ങളെ അവരുടെ ചിന്തകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും അതുപോലെ തന്നെയാണ്. നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൊരു ബന്ധമാണെങ്കിൽ കൂടിയും നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഷോർട്ട് ടൈം റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. അവരതും അത് തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. സ്ട്രോങ് റൂട്ട്സ്. ബിൽഡിംഗ് എ ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് വിത്ത് സംവൺ. കാണുന്നുണ്ടോ? ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്സ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങളോട് നല്ലൊരു സൗഹൃദം സൃഷ്ടിക്കാൻ പറയുകയാണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു സൗഹൃദം. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഒരു സുഹൃത്തിനെ ആവശ്യമാണ്. കുറേ പേരൊക്കെ
നല്ല സുഹൃത്ത് ബന്ധമുള്ളവരാണ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുന്നവരാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയുന്ന, നമ്മളായിട്ട് കരുതുന്ന ചുരുക്കം ചില സുഹൃത്തുക്കളുണ്ടാവാം. അങ്ങനെയുള്ളവരെ, ഏതൊരു ബുദ്ധിമുട്ടിലും പ്രശ്നത്തിലും നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഒരു സ്ട്രോങ് റൂട്ട് ഉണ്ടാക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. കുറേ പേർക്കൊക്കെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവാം, എല്ലാം ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സെപ്പറേഷനിലായിരിക്കുകയാണെങ്കിൽ നിങ്ങളുടേതായ എല്ലാ ഫീലിങ്സും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരു സുഹൃത്ത് ഉണ്ടാവാം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്തിനെ കണ്ടെത്താൻ പറയുകയാണ്. ഓക്കെ. Fan the flames, doing what it takes to keep the passion alive. അഭിനിവേശം നിലനിർത്താനായിട്ട് വേണ്ടത് ചെയ്യാൻ പറയുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റിന്യൂവൽ റൊമാൻസ് കെയർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണ്, ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെന്ന് കാർഡ് പറയുന്നുണ്ട്. അങ്ങനെ വന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബന്ധത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ആ ഒരു സ്നേഹം പഴയതുപോലെ നിലനിൽക്കണം. ഇപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ടാവില്ല, കാരണം നിങ്ങൾ അത്ര കണ്ട് വിഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ്, നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. കാർഡ്സ് അതാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നൊരു കാര്യം, ഈ ഒരു ബന്ധം അതേതുപോലെ പോവാൻ, ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ പോവാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അഭിനിവേശം നിലനിർത്താനായിട്ട് അവർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു റൊമാൻസ്, നിങ്ങളുടെ ആ ഒരു സ്നേഹമൊക്കെ അവർക്ക് തിരിച്ചു വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളവർക്ക് വേണം എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. എക്സ്പെക്റ്റേഷൻ, ഹാവിങ് വെരി ഹൈ ഐഡിയൽസ് ഓർ അൺറീസണബിൾ റിക്വയർമെൻറ്റ്സ്. ഡ്രീം, ഫാൻറ്റസീസ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. വളരെ ഉയർന്ന ആദർശങ്ങൾ അല്ലെങ്കിൽ യുക്തിരഹിതമായ ആവശ്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഒരു സ്വപ്നത്തിൽ എന്ന പോലെയാണ്, ഫാൻറ്റസിയിൽ എന്ന പോലെയാണ് അവർ ജീവിക്കുന്നത്. നിങ്ങളും അവരുമായിട്ടുള്ള നിമിഷത്തിൽ, നിങ്ങൾ പങ്കിട്ട നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. അവർ നിങ്ങളെ തിരിച്ച് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ എക്സ്പെക്റ്റേഷനാണ് കാണിക്കുന്നത്. പഴയതുപോലെ വേണം, അതുപോലെ അല്ല എന്നവർക്കറിയാം. ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ മനസ്സിന് വന്നിട്ടുണ്ട്, അത് അവരായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എങ്കിൽ കൂടിയും അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത സ്നേഹം, അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ആ ഒരു സ്നേഹം തിരിച്ചു വേണം, അതുപോലെ തന്നെ വേണം. നിങ്ങളുടെ സ്നേഹവും കെയറും സംരക്ഷണവും വേണമെന്നാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എക്സ്പ്രഷൻ, being able to share your feelings openly. Vulnerable honesty. ഇവിടെ ആത്മാർത്ഥമായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ ചെയ്ത തെറ്റെന്തെന്ന് മനസ്സിലായിട്ടുണ്ട്. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് ടെക്സ്റ്റ് അയക്കാൻ, മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനുള്ള സാധ്യത, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ അവർ ചേസ് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് പോലുള്ള കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ അവർ ചേസ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ ഐഡിയിൽ നിന്നാവാം. എങ്ങനെയായാലും നിങ്ങളെക്കുറിച്ച് അവർക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് എക്സ്പ്രഷൻ കാർഡ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ ചേസ് ചെയ്യുന്നത്. നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും അവരാഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവിടെ തുടക്കമായിട്ട് കാണിക്കുന്നത്. ടെക്സ്റ്റോ, അതായത് മെസ്സേജോ കോളോ ഒക്കെ പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത്. ട്രൂ അക്സെപ്റ്റൻസ്, ഫൈൻഡ് സ്ട്രെങ്ത് ഇൻ യുണീക്ക് വ്യൂസ് ആൻഡ് ഗ്രോ ടുഗദർ. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുല്യമായ കാഴ്ചശക്തി കണ്ടെത്തിക്കൊണ്ട് ഒരുമിച്ച് വളരാൻ. നിങ്ങളും അവരും സെപ്പറേഷൻ വരാൻ, നോ കോണ്ടാക്റ്റ് വരാൻ കുറച്ച് വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടാവാം, സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നു. മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് നൽകുന്നൊരു മെസ്സേജാണ്. അവർ തിരിച്ചു വരുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന മെസ്സേജാണിത്. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ റാംബ്ലിംഗ് റോസ് ആണ്. ഗ്രോവിങ് എ പാർട്ട് ഓർ ഗെറ്റിംഗ് സം സ്പേസ് ടു തിങ്ക്. നിങ്ങൾ
നിങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടേതായ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും നാൾ ഞാൻ എൻ്റെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ്, കുറച്ചും കൂടി എനിക്ക് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഞാൻ സെൽഫ് ലവ് ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുകയാണ്. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നിട്ടുണ്ട്, അത് ഞാൻ തിരിച്ചറിയുന്നു. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചറിയുന്നു. അവരുടെ സൈഡിൽ നിന്ന് മെസ്സേജ് കോളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് കുറച്ച് സ്പേസ് വേണം ചിന്തിക്കാൻ. ഇനി എന്നിൽ നിന്ന് അവർ പോവില്ല എന്നുള്ള ഉറപ്പും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവരാണ് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. കുറച്ചു കാലം മാത്രമുണ്ടായിരുന്നൊരു ബന്ധം, അതിൻ്റെ തീവ്രത ഇന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങൾ കൊടുത്ത സ്നേഹം, സംരക്ഷണമൊക്കെ അവർ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, പഴയതുപോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളാണെങ്കിലോ അവരുടെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ അത്ര കണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവരെത്തിയില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ തിരിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് കുറച്ച് സമയം വേണം. അത് തന്നെയാണ് ശരിയായിട്ടുള്ള കാര്യമെന്ന് ഞാനും പറയുന്നു. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതമാണ്. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ഓക്കെ, അത് തെറ്റ് തന്നെയാണ്. കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ 8 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ജസ്റ്റിസ്, നൈറ്റ് ഓഫ് കപ്സ് ആണേ, സോറി, നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഡെവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാറിപ്പോയിട്ടുള്ളത്. സ്റ്റാർ വെയിറ്റിംഗ് എനർജിയാണ്. യൂണിവേഴ്സിൻ്റെ കാർഡാണ്. ഹാങ്ഡ് മാൻ, പേജ് ഓഫ് പെൻഡക്കിൾ. ഒരു കാർഡ് കൂടി എടുക്കാം. ടെമ്പറൻസ്. ക്ലാരിറ്റി വന്നോ പേഴ്സൻ്റെ മനസ്സിൽ? ഈ കാർഡ് ഞാൻ നേരത്തെ എടുക്കാനായിട്ട് പോയതാണ്, പിന്നെ വേണ്ട വെച്ചതാണ്. അടുത്തേക്ക് പോയി വീണ്ടും ആ കാർഡ് തന്നെ എടുത്തു ഞാൻ. 10 ഓഫ് കപ്സ് ഫാമിലിയാണ്. ഇപ്പോൾ ഒരു സമയം അവർക്ക് കൊടുക്കുക, അവർ വെയിറ്റ് ചെയ്യട്ടെ. അവരുടെ തെറ്റ് തിരുത്തി അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അവരിനി പൂർണ്ണമായിട്ട് മനസ്സിലാക്കട്ടെ, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. 8 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. എന്താ പറയുന്നത് നോക്കാം. കാണുന്നില്ലേ? ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് വളരെയേറെ വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടേതായ ആഗ്രഹങ്ങൾ സാധിക്കാത്ത ഒരവസ്ഥ, കുറേ കാര്യങ്ങളിൽ ഡിലേ വരുന്നുണ്ട്. അൺഫോക്കസ്ഡ് എനർജി എന്നാണ് പറയുന്നത്. അവർക്കൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ അവർക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊരു തീരുമാനമെടുത്ത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളിവിടെ മാറി നിൽക്കുകയാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അവർക്ക് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ളൊരു എനർജിയാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും തന്നെയാണ് ഇവിടെ അവർക്ക് എനർജി നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ബാലൻസ് കിട്ടുന്നില്ല, സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ജസ്റ്റിസ് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരിലും നിങ്ങളും ഉണ്ടായിട്ടുള്ള ബാഡ് കർമ്മ എന്തായിക്കൊണ്ട് നീതി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. പ്രപഞ്ചശക്തി എല്ലാത്തിനും സാക്ഷിയാണ്. നിങ്ങളിലേക്കൊരു സത്യം അറിയാൻ പോകുന്നു. വിസ്ഡം എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ഗുഡ് കർമ്മ കൊണ്ടുവരികയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. അവരാണ് ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നത്, നിങ്ങളെ ആഗ്രഹിക്കുന്നത്. ഒരു മാറ്റം അവരിൽ സംഭവിക്കുന്നത്. യൂണിവേഴ്സായിട്ട് തന്നെ കുറേ പാഠങ്ങൾ അവരെ പഠിപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിവ് വന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. അപ്പോൾ നീതി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഓക്കെ, ഇവിടെ
നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, നിങ്ങളുടെ ഫീലിങ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സെപ്പറേഷനിലാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ഫോക്കസ് ചെയ്തു പോവാണ്, ശരിയാണ്. എങ്കിൽ കൂടിയും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹേർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഹേർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ പുറമേ കാണിക്കുന്നില്ല. യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇമോഷൻസിനെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ വെച്ചിരിക്കുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തെ താൽക്കാലികമായിട്ട് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പ്രോഗ്രസ് ആണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നുമല്ലാതിരുന്നു. അവരെ അത്രയേറെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ അവരെ ചേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്തൊരു സ്നേഹം അവരിലേക്ക് ഇപ്പോൾ വന്നു. എങ്ങനെ വന്നു? ഇത് ആത്മാർത്ഥതയുള്ളതാണോ? നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ നിങ്ങളെ ഒരു ബ്ലോക്കിലേക്ക് നിർത്തുന്നത്, അവരുടെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്യാതെ വരുത്തുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു നിമിഷം മുതൽ മാത്രമാണ് ഇവിടെ പ്രോഗ്രസ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് പ്രോഗ്രസ് വേണ്ടേ? നിങ്ങളെയല്ലേ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ഡെവിൾ തേർഡ് പാർട്ടി എനർജിയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷൻ വരാൻ കാരണം ആരാണ്? തേർഡ് പാർട്ടി ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അത് അവരും സമ്മതിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങളെ വേണ്ട വെച്ചിട്ട് മാറിപ്പോയിട്ടുള്ള എനർജി തന്നെയാണ്. അതവർ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ സെപ്പറേഷന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. വെയിറ്റിംഗ് എനർജിയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, സ്റ്റാറാണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ എക്സ്പെക്റ്റേഷന് തന്നെയാണ് കാണിക്കുന്നത്. പഴയതുപോലെ സ്നേഹം തിരിച്ചു വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതേ തോതിൽ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷസ് ഗ്രാൻഡഡ് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന് ചെറിയ രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുള്ള സ്നേഹം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എത്രയൊക്കെ ഹൈഡ് ചെയ്താലും നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ചലനവും അവർ അറിയുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഹോപ്പ് എന്നാണ് കാർഡ് പറയുന്നത്. അവരാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം നെക്സ്റ്റ് കാർഡിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. യൂണിവേഴ്സൽ സറണ്ടർ ആവാണ്. നിങ്ങളുടെ എനർജിയാണ്, നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ആകുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്നിലേക്ക് സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ. ഞാൻ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നു. ഞാൻ അഫർമേഷൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഫർമേഷൻ ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളിലേക്ക് എല്ലാ രീതിയിലുമുള്ള പ്രോഗ്രസ് ഉണ്ടാകുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലത് മാത്രമേ തരുള്ളൂ. കറക്റ്റായിട്ടുള്ള സമയത്ത് നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. പേജ് ഓഫ് പെൻഡക്കിൾ നിങ്ങളുടെ എനർജിയാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, ഗ്രോത്തിനെയാണ് പേജ് ഓഫ് പെൻഡക്കിൾ പറയുന്നത്. മാനിഫെസ്റ്റിംഗ് ന്യൂ തിങ്സ് എന്നാണ് കാർഡ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റിയാണ് പറയുന്നത്. 2026 നിങ്ങൾക്കുള്ള വർഷമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനായിട്ടുള്ള വർഷമാണ്. നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയും കാർഡ് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ പെൻഡക്കിൾ കാർഡ് വന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ കരിയർ പാത്ത് നിങ്ങളിലേക്ക് വരുന്നു. പുതിയ തുടക്കമായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് നിങ്ങളുടെ കരിയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. പുതിയ ജോബ് അന്വേഷിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഉള്ള ആ ഒരു ജോബിൽ കുറച്ചും കൂടി പ്രോഗ്രസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ പ്ലാനിനെയാണ് കാണിക്കുന്നത്. റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്ലാനിങ്ങിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് പ്രോഗ്രസ് തന്നെയാണ്. ഇവിടെ എന്താണ്? ടെമ്പറൻസ് ആണ്. ജീവിതത്തിൻ്റെ മധ്യപാതയിലായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവരെവിടെ എത്തിയിട്ടില്ല എന്ന് അവർ തിരിച്ചറിയുന്നു. മിഡിൽ പാത്തിലാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ എനർജി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കറേജ് അവർക്ക് കിട്ടിയെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ അവരാണ് എഫേർട്ട് എടുക്കുന്നത്, അവരാണ് നിങ്ങളെ ചേസ് ചെയ്യുന്നത്, അവരാണ് ഈ ഒരു ബന്ധം തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നത്. അതെ, 10 ഓഫ് കപ്സ് കാർഡ് ഫ്യൂച്ചർ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ്.
ഒരു ഫാമിലിയെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അവർക്ക് നിങ്ങളോട് വെറുതെ ഒന്നല്ല ഇഷ്ടം തോന്നുന്നേ, നിങ്ങളും അവരും സോൾമേറ്റ് ആണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. നിങ്ങളെ കണ്ട ഒരു നിമിഷത്തെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. ആ ഒരു സ്പാർക്ക് അവർക്ക് ചുറ്റും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. വേറെ വ്യക്തികൾ അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം, തേർഡ് പാർട്ടി ഇടപെട്ടിട്ടുണ്ട്, പ്രപ്പോസലോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ എവിടെ നിന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളിലേക്ക് തന്നെയാണ്, ഒരു ഡിവൈൻ കണക്ഷൻ തന്നെയാണെന്നാണ് കാർഡ്സ് പറയുന്നത്. ഫാമിലിയാണ് കാണിക്കുന്നത്. നമുക്കിനി ടൈം കാർഡ് കൂടി എടുക്കാം. 2026 നിങ്ങൾക്കുള്ള വർഷമാണ്. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള വർഷമാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. up to 8 weeks in 1 month in 4 months. നാല് മാസം, ഒരു മാസം, 8 ആഴ്ച, 1, 2, 4. ഓക്കെ, അങ്ങനെയാണ് കാർഡ്സ് കിട്ടിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ളൊരു സമയമാണ്. എന്തുകൊണ്ടാണ് ഈ 1 മാസം, 2 മാസം, 4 മാസം എന്നൊക്കെ കാണിക്കുന്നതെന്ന് അറിയോ? ഇവിടെ അവർ വരാൻ തയ്യാറാണ്. നിങ്ങളാണ് സമയം ചോദിച്ചിട്ടുള്ളത് അല്ലേ? ആ ഒരു സമയം നിങ്ങളുടെ സമയമാണ്. ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. നിങ്ങളുടെ തീരുമാനത്തിനാണ് ഇവിടെ മുൻതൂക്കം എന്ന് പറയുന്നത്. നിങ്ങളുടെയാണ് ജീവിതം അല്ലേ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതാണിപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് പറയുന്നത്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.